ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഋഷി ജീവിച്ചിരുന്നു. ഋഷി ത്രംബക്. അദ്ദേഹം ഒരുപാട് വർഷങ്ങളായി ഒറ്റ കാലിൽ നിന്ന് തപസ്സിരിക്കുകയായിരുന്നു. ഓം ബ്രഹ്മണേ നമഃ. ഓം ബ്രഹ്മണേ നമഃ. ഓം ബ്രഹ്മണേ നമഃ. ത്രംബക്കിന്റെ വർഷങ്ങളോളമുള്ള ആ ഭക്തി കണ്ട് ബ്രഹ്മന് സന്തോഷം തോന്നി. അദ്ദേഹം ത്രംബക്കിന് വരം നൽകാനായി പ്രത്യക്ഷപ്പെട്ടു. ത്രംബക്, കണ്ണു തുറക്കുമോനെ. നിന്റെ തപം ഇതോടെ തീർന്നിട്ടുണ്ട്. കോടാനക്കോടി നന്ദി ബ്രഹ്മ. ചോദിക്കുമോനെ, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? ഗുരുവേ, എനിക്ക് ഈ ഭൂമിന്റെ പുറത്ത് എന്ന് യാത്രയ്ക്ക് പോണം. ചന്ദ്രയാത്ര. തഥാസ്തു. ബ്രഹ്മദേവൻ അവന് വരമായിട്ട് ഒരു താമരപത്രം നൽകി. ആ താമരപത്രത്തിൽ 2 മന്ത്രങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രം നിന്നെ ചന്ദ്രനിലേക്ക് കൊണ്ടുപോകും. പിന്നെ രണ്ടാമത്തെ മന്ത്രം തിരിച്ച് ഇങ്ങോട്ട് ഭൂമിയിലേക്ക് കൊണ്ടുവരും. ഈ മന്ത്രം നീ സുരക്ഷിതയോടെ നോക്കണം. ശരി ഗുരുദേവ്, എല്ലാം നന്നായിട്ടുണ്ടാവട്ടെ. ബ്രഹ്മാവ് അവന് വരം നൽകിയിട്ട് അവിടെ നിന്നും മാഞ്ഞുപോയി. അദ്ദേഹം പോയതിനു ശേഷം ത്രംബക ആദ്യത്തെ മന്ത്രം വായിച്ചു. ഓം ഓം നമക് ചന്ദ്രയാത്രായ നമക്. ത്രംബക മന്ത്രം വായിച്ചതും അവൻ കാറ്റിൽ പറക്കാൻ തുടങ്ങി. അവൻ കാറ്റിൽ വളരെ വേഗതയോടെ സഞ്ചരിച്ചു. കുറച്ചു സമയത്തിനകം തന്നെ അവൻ ഭൂമിയിൽ നിന്നും പുറത്തു വന്ന് പെട്ടെന്ന് ചന്ദ്രനിൽ ചെന്ന് ചേർന്നു. ഓം ബ്രഹ്മണേ നമഃ. ബ്രഹ്മാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവൻ ചന്ദ്രനിൽ കാലുവെച്ചു. അവൻ വളരെ ഭാഗ്യശാലിയാണ്. അവന്റെ ഒരുപാട് വർഷത്തെ തപസ്സിന് അവന് ബലം ലഭിച്ചു. ചന്ദ്രനിലുള്ള ആ വെളുത്ത മണ്ണ് കണ്ട് അവൻ ഒരുപാട് സന്തോഷിച്ചു. ഗുരുദേവ, നിങ്ങളുടെ പടയ്പ് മഹിമയോ മഹിമ തന്നെ. ചന്ദ്രൻ ഭൂമിനെക്കാട്ടും ഇത്ര വിചിത്രമായിട്ടുണ്ടല്ലോ. ഭംഗിയായിട്ട് വെളുത്തിട്ട് ഭംഗിയായിട്ടുണ്ട്. ത്രംബക് ചന്ദ്രന്റെ ഭംഗി കണ്ട് രസിച്ചുകൊണ്ടേ നടന്നു. കുറച്ചു സമയത്തിനകം തന്നെ അവൻ ആ മുഴുവൻ ചന്ദ്രനും ചുറ്റുനോക്കി. അവന്റെ ആഗ്രഹം നിറവേറി. ഗുരുദേവ, നിങ്ങൾ എന്റെ ആഗ്രഹമൊക്കെ നിറവേറ്റിയിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട്. എനിക്ക് വീണ്ടും തിരിച്ച് ഭൂമിയിലേക്ക് പോണം. ത്രംബക് ആ താമരപത്രത്തിലുള്ള രണ്ടാമത്തെ മന്ത്രം വായിച്ചു. ഓം ഓം നമക്. തിരിച്ച് ഭൂമിയിലേക്ക് പോണം നമക്. അത് വായിച്ചതും ത്രംബക് ചന്ദ്രനിൽ നിന്നും പുറത്തു വന്ന് ഭൂമിയിൽ ചെന്ന് ചേർന്നു. അവൻ തിരിച്ചു വരുന്നത് ഭൂമിയിലുണ്ടായിരുന്ന ഒരു മോശമായ മന്ത്രവാദി കാണുന്നുണ്ടായിരുന്നു. ത്രംബക് നേരെ അവന്റെ ഗുഹയിലേക്ക് എത്തി. ത്രംബക് വളരെ സന്തോഷത്തോടെ ആയിരുന്നു. അവൻ ആ താമരപത്രം മറച്ചു വെക്കാൻ വേണ്ടി ആ ഗുഹയിൽ തന്നെ ഒരു കുഴിയെടുത്ത് അതിനകത്ത് അതിട്ട് മറച്ചു വെച്ചു. പിന്നെ വീണ്ടും പഴയതുപോലെ തപസ് ചെയ്യാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആ മന്ത്രവാദി വർത്തക് ത്രംബക്കിനെ തേടി ആ ഗുഹയ്ക്കകത്ത് വന്നു. എനിക്കറിയാം, നീയല്ലേ അവൻ. ബ്രഹ്മൻ തന്നെ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നിനക്ക് വരം തന്നിരിക്കുന്നത്. ചന്ദ്രനിലേക്ക് പോവാനുള്ള വരം. നിനക്ക് ജീവനോടെ നിൽക്കണമെങ്കിൽ ആ താമരപത്രം എന്റെ അടുത്ത് തരൂ. ഞാൻ നിനക്ക് തരില്ല. അതിന് വേണമെങ്കിൽ നീ എന്റെ ജീവൻ എടുത്തോളൂ. അത് ഞാൻ എടുക്കാൻ പോവുകയല്ലേ. വർത്തക് തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് അവനെ ഉപദ്രവിച്ചു. പക്ഷേ ത്രംബക് അവന്റെ കയ്യിൽ താമരപത്രം നൽകിയില്ല. വീഴുന്ന സ്ഥലത്ത് തന്നെ ത്രംബക് അവന്റെ ജീവൻ വെടിഞ്ഞു. എനിക്ക് ആ മന്ത്രം വേണം. ഏത് നിലമേലായാലും അത് എനിക്ക് കയ്യിൽ വേണം. വർത്തക് അവന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചു നോക്കി. പക്ഷെ അവൻ ആ താമരപത്രം കിട്ടിയില്ല. ഒരുപാട് വർഷങ്ങളായി അവൻ ആ താമരപത്രം തേടിക്കൊണ്ടേയിരുന്നു. പക്ഷെ വർത്തകിന് യാതൊരു ബലനും ലഭിച്ചില്ല. ഇപ്പോൾ 1000 വർഷങ്ങൾക്ക് ശേഷം ഒരു ചെറിയ പയ്യൻ വിഷ്ണു തന്റെ ആടുകളെ മേയ്ക്കാനായി ആ കാട്ടിലേക്ക് വന്നു. ഈ കാട് ഇതെനിക്ക് മുമ്പ് തന്നെ പരിചയം പോലെ ഉണ്ടല്ലോ. ഇതിലെന്നെ ഒരു മാറ്റമില്ലാതെ പോലെയാണല്ലോ തോന്നുന്നത്. എനിക്ക് എന്തിനാ ഇതുപോലെ ഒരു തോറ്റം തരുന്നത്? വിഷ്ണുവിന്റെ മനസ്സിൽ എപ്പോഴും തനിക്കും ഈ കാടിനും എന്തോ ബന്ധമുള്ളതുപോലെ തോന്നും. ഒരു ദിവസം വിഷ്ണു ഇത് ആലോചിച്ചുകൊണ്ട് തന്നെ ആ ഗുഹയുടെ അടുത്തേക്ക് വന്നു. ആ ഗുഹ കണ്ടതും അവന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. ഞാൻ ഈ ഗുഹയിലെ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷേ എനിക്കെന്തിനാ കുറെ കൊല്ലങ്ങൾ മുമ്പ് ഇരിക്കുന്ന പോലെ തോന്നുന്നത്? വിഷ്ണുവിന് എന്തു തോന്നിയെന്നാൽ ആരോ ഗുഹയുടെ അകത്തിരുന്ന് അവനെ വിളിക്കുന്നത് പോലെ തോന്നി. എന്തായത്? ആരോ എന്നെ അകത്തേക്ക് വിളിക്കുന്ന പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഭൂതം പ്രേതം എന്തെങ്കിലും ഉണ്ടാവുമോ? വിഷ്ണു കുറച്ചു സമയം ആലോചിച്ചു. പിന്നീട് അവൻ ആ ഗുഹയ്ക്കകത്തേക്ക് പോയി.
ഗുഹയുടെ അകത്തേക്ക് അവൻ കേറിയതും തന്നെ അവിടെ ഉണ്ടായിരുന്ന പന്തങ്ങളൊക്കെ എരിയാൻ തുടങ്ങി. ആ ഗുഹയ്ക്കകത്തുണ്ടായിരുന്ന ഒരു ഫോട്ടോ കണ്ടപ്പോൾ അവൻ എന്തോ തോന്നി. കുറച്ചു സമയത്തിനകം തന്നെ അവന് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു. വിഷ്ണു ഒറ്റക്കാലിൽ തപസ്സിരുന്നതും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടതും എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു. അന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവന് ഓർമ്മ വന്നു. പിന്നെ ആ താമരപത്രത്തിനെ കുറിച്ചും ചന്ദ്രനിലേക്ക് അവൻ പോയിട്ട് വന്നതിനെ കുറിച്ചും വിഷ്ണുവിന് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു. ഞാനാണ് ആ ജന്മത്തിൽ ആ മായമന്ത്രമായ താമരപത്രത്തെ ഇവിടെ ഒളിച്ചു വെച്ചിരിക്കുന്നത്. വിഷ്ണു ആ ഗുഹയ്ക്കകത്ത് കുഴിയെടുക്കാൻ തുടങ്ങി. കുറച്ചു സമയം കുഴിച്ചതിനു ശേഷം അവൻ ആ താമരപത്രം കിട്ടി. ഇത് കണ്ടതും വിഷ്ണുവിന്റെ മുഖത്ത് ചിരി വന്നു. വിഷ്ണു ആ താമരപത്രം കണ്ട് വളരെ സന്തോഷിച്ചു. വർത്തക്, നീ ഇന്നും ജീവനോടെ തന്നെ ഉണ്ടോ? ഞാനാണ് ഋഷി തമ്പക്. ഒരുപക്ഷെ നിനക്ക് ഒരു ജന്മം ഉണ്ടാവുമ്പോൾ എനിക്ക് അടുത്ത ജന്മം ഉണ്ടാവില്ലേ? പോയ ജന്മത്തിൽ നീ എനിക്ക് താമരപത്രം തരാതെ പോയി. പക്ഷെ ഈ ജന്മത്തിൽ ഞാൻ താമരപത്രം വാങ്ങാതെ പോവില്ല. ആ മന്ത്രവാദി വർത്തക് തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിക്കുന്നതിന് മുൻപ് തന്നെ വിഷ്ണു ആ ചന്ദ്രനിലേക്ക് പോകാനുള്ള മന്ത്രം തന്റെ മനസ്സിൽ തന്നെ പറയാൻ തുടങ്ങി. ഓം ഓം നമക് ചന്ദ്രയാത്രായ നമക്. വിഷ്ണു മന്ത്രം പറഞ്ഞതും തന്നെ അവൻ വളരെ വേഗതയിൽ പറക്കാൻ തുടങ്ങി. അവൻ ആ ഗുഹ പൊട്ടിച്ച് ആകാശത്തിൽ കൂടി പറന്നു. അവൻ ആകാശത്തിൽ പറന്നു ചെന്ന് ചന്ദ്രനിൽ ചെന്ന് ചേർന്നു. ഓം ബ്രഹ്മനേ നമക്. എല്ലാം പഴയതുപോലെ തന്നെ തോന്നി. വിഷ്ണു ചന്ദ്രനിലേക്ക് കാലെടുത്തു വെച്ചു. പിന്നെ ആ വെളുത്ത മണ്ണ് കണ്ട് അവൻ സന്തോഷിച്ചു. വിഷ്ണു ഇപ്പോഴും വളരെ സന്തോഷത്തോടെ ആയിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് അവന്റെ രണ്ടാമത്തെ ചന്ദ്രയാത്രയാണ്. ഗുരുദേവ, നിങ്ങളുടെ അത്ഭുതം തന്നെ അത്ഭുതം. ചന്ദ്രന്റെ ഭംഗി എനിക്ക് കാണാൻ വീണ്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പല വർഷങ്ങളായിട്ട് ധ്യാനം ചെയ്തിട്ടാണ് ഈ മന്ത്രം നിങ്ങളെടുത്ത് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷെ ഈ താമരപത്രം ഭൂമിയിലുള്ളത് വളരെ ആപത്ത് തന്നെയാണ്. ഞാൻ ഈ താമരപത്രം ഇവിടെ തന്നെ വിട്ടിട്ട് പോകുമെന്ന് തന്നെയാണ് തീരുമാനിക്കുന്നത്. ചന്ദ്രന്റെ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് വിഷ്ണു ബ്രഹ്മാവിന്റെ പേര് പറഞ്ഞ് അവൻ ആ താമരപത്രം തന്റെ കയ്യിൽ നിന്നും നിലത്ത് വെച്ചു. താമരപത്രം അവിടെ തന്നെ മാഞ്ഞുപോയി. ഓം ബ്രഹ്മനേ നമക്. വീണ്ടും ഒരു പ്രാവശ്യം വിഷ്ണു ചന്ദ്രനിലേക്ക് പോയി. അവന്റെ മനസ്സ് നിറഞ്ഞതും തന്നെ ഓം ഓം നമക്. ഭൂമിയിലേക്ക് തിരിച്ചു പോണം നമക്. വിഷ്ണു ആ മന്ത്രം പറഞ്ഞു. ആ മന്ത്രം പറഞ്ഞതും തന്നെ അവൻ ചന്ദ്രനിൽ നിന്നും ഭൂമിയിലേക്ക് വന്നു. മുൻപത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും അവൻ നേരെ കാട്ടിലേക്ക് വന്നു. മന്ത്രവാദി വർത്തക് അവനെ കണ്ടതും അവന്റെ അടുത്തേക്ക് വന്നു. നീ വീണ്ടും തിരിച്ചു വന്നോ? ആ താമരപത്രം എന്റെ അടുത്ത് തിരിച്ചു തരൂ. എന്താടാ നീ ചിരിക്കുന്നെ? ആ താമരപത്രം മര്യാദയ്ക്ക് എന്റെ അടുത്ത് തരൂ. ഈ ജന്മം മാത്രല്ല, ഇനി നീ ഏത് ജന്മത്തിലും ആ താമരപത്രം നിന്റെ കയ്യിൽ കിട്ടില്ല. കാരണം ആ താമരപത്രം ഞാൻ ചന്ദ്രനിൽ പോയി ഞാൻ അവിടെ തന്നെ വെച്ച് അതിനെ അഴിച്ചു കഴിഞ്ഞു. ഇല്ല. ഇത് കേട്ടതും ആ മന്ത്രവാദി വളരെ ദേഷ്യപ്പെട്ടു. പിന്നീട് തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് വിഷ്ണുവിനെ ചാമ്പലാക്കി കളഞ്ഞു. വിഷ്ണു മരിച്ചതും തന്നെ അവന്റെ ആത്മാവ് ആകാശത്തിൽ പറന്നു ചെന്നു. ചന്ദ്രനിൽ യാത്ര പോകുന്ന ഭാഗ്യം എനിക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. നിന്നെ കൊണ്ട് എപ്പോഴും ചന്ദ്രനിലേക്ക് പോവാനേ പറ്റില്ല. വിഷ്ണുവിന്റെ ആത്മാവ് സന്തോഷത്തോടെ മാഞ്ഞുപോയി. പക്ഷെ ആ മന്ത്രവാദി വളരെ ദേഷ്യത്തോടെ ഇരുന്നു. അവന്റെ ദേഷ്യം വളരെ വലുതായതുകൊണ്ട് അവൻ ദേഷ്യത്തിൽ ജീവൻ വെടിഞ്ഞു. ആ ചീത്ത മന്ത്രവാദിയെ കൊണ്ട് ഒരിക്കലും ചന്ദ്രനിലേക്ക് പോകാൻ പറ്റില്ല. നല്ലതിന്റെ മുൻപിൽ എപ്പോഴും ചീത്ത നശിച്ചു പോകും.